LDCയുടെ സിലബസിലെ ഒരു ചെറിയ പോർഷനാണ് ദുരന്ത നിവാരണ അതോറിറ്റി എന്നുള്ളത്. നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു പോർഷനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് ദുരന്ത നിവാരണത്തിൽ വരുന്നതെന്നും ദുരന്ത നിവാരണ അതോറിറ്റിനെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടതെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പാർട്ട് മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടുകളിലായിട്ടായിരിക്കും ഇതിന്റെ ഫുൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്നൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ നാൾവഴികൾ, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്യാനായിട്ടൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് തെറ്റിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ, ഇന്റൻസിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നോട്ട് മാത്രം വായിച്ചിട്ട് പോരുത്, ക്ലാസ് കാണാം. അത് അല്ലെങ്കിൽ ആ നോട്ടിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറയും. ഓക്കെ, അപ്പൊ അതാണ് നോട്ട് ആദ്യം വായിക്കാൻ പോവാതെ ക്ലാസ് കാണാനായിട്ട് പറയുന്നതിന്റെ കാരണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, ദിസ് ഈസ് വിഷ്ണു. വെൽക്കം ടു ഇന്റൻസ് അക്കാദമി. ഇനി ഗൈഡ് അല്ല, ഗൈഡൻസ് ആണ് വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ന് മുതലായിരിക്കും നമ്മുടെ ഒരു മനുഷ്യരാശി അല്ലെങ്കിൽ നമ്മുടെ സംഘടനകളും കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യങ്ങളെല്ലാം ഒരു ദുരന്ത നിവാരണം വേണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു തുടങ്ങിയത്? എന്ന് മുതലായിരിക്കും? നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുന്നുണ്ടോ? ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏത് ദുരന്തം നടന്നതിന് ശേഷമാണ് ഈ ഒരു കാര്യം ശരിക്കും സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത്? ഉത്തരം കിട്ടിയെങ്കിൽ നല്ല കാര്യം. അത് ചെർണോബിൽ ദുരന്തത്തിന് ശേഷമാണ്. 1986 ഏപ്രിൽ 24 യുക്രൈനിലെ ചെർണോബിലുണ്ടായ ആണവ ദുരന്തത്തെ തുടർന്നിട്ടാണ് നമുക്ക് ദുരന്ത നിവാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കണമെന്ന് പല രാജ്യങ്ങളും സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയതും അതിൻ്റെ ഫലമായിട്ട് ഒരു കൺവെൻഷൻ നടത്തുകയും അത് 1994 ജപ്പാനിലെ യോക്കോഹാമ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ആ ഒരു കൺവെൻഷൻ നടത്തി. ഒരു 10 പോയിന്റുകൾ, ഇതെന്തൊക്കെ കാര്യങ്ങൾ ദുരന്തം വന്നു കഴിഞ്ഞാൽ നടത്തണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു 10 പോയിന്റുകൾ അവർ ലിസ്റ്റ് ചെയ്ത് ആ രാജ്യങ്ങൾ, അതിനകത്ത് പങ്കെടുത്ത രാജ്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. അപ്പം നമുക്ക് ആ 10 പോയിന്റുകളൊന്നും നമുക്ക് വളരെ സീരിയസ് ആയിട്ടൊന്നും പഠിക്കണ്ട. പക്ഷേ ആ കൺവെൻഷൻ നടന്നത് 1994 അതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ചർച്ച വേണം അല്ലെങ്കിൽ ചർച്ച ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലെങ്കിലും എത്തിയത് ആ ഒരു കൺവെൻഷനെ തുടർന്നിട്ടാണ് എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മുടെ ദുരന്തം നടന്നത്, ചെർണോബിൽ ദുരന്തം നടന്നത് 1986 ഏപ്രിൽ 24 അത് കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് UN ഈ ഒരു കൺവെൻഷൻ നടന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏകദേശം 8 വർഷങ്ങളുടെ ഗ്യാപ്പാണ് അവിടെ ഉള്ളത്. 1994 86. ഓക്കെ, ഈ 2 വർഷങ്ങൾ തമ്മിൽ 8 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ 94 UN കൺവെൻഷൻ നടത്തി ഒരു 10 പോയിന്റുകൾ, ഇന്ന കാര്യങ്ങളൊക്കെ ദുരന്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് നടത്താം അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 പോയിന്റുകൾ അംഗീകരിക്കുകയും അത് പ്രകാരം മറ്റു രാജ്യങ്ങൾ അത് നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടു, UN ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം ഇതിൻ്റെ ദുരന്ത നിവാരണത്തിന് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടക്ട് ചെയ്യുന്നത് 1990-കൾക്ക് ശേഷം മാത്രമാണ്. അപ്പോൾ ഈ 90 മുതൽ 1999 വരെയുള്ള ദശാബ്ദം, അതായത് 10 വർഷങ്ങൾ UN നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ദശാബ്ദമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിലാണ് ഈ പറഞ്ഞ കൺവെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് രാജ്യങ്ങളെ ബോധവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി നമുക്ക് ദുരന്തം, എന്താണ് ദുരന്തം എന്നുള്ളത് ഒന്ന് നോക്കാം. അതിന് ഡെഫിനിഷൻ പറയുന്നുണ്ട്, അതൊന്ന് ഞാൻ വായിക്കാം. മനുഷ്യൻ്റെ ദൈനംദിന ജീവിത രീതികളെ പെട്ടെന്ന് തകർക്കുകയും കഷ്ടപ്പാടുകളിലേക്കും ഒറ്റപ്പെടലുകളിലേക്കും തള്ളിവിടുന്ന പ്രകൃതിജന്യവും മനുഷ്യ നിർമ്മിതവുമായ അപകടങ്ങളാണ് ദുരന്തങ്ങൾ. അപ്പോൾ അതിനകത്ത് 2 വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് മനുഷ്യനിർമ്മിതവും പ്രകൃതിജന്യവും. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് ദുരന്തങ്ങൾ 2 തരത്തിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതൊന്ന് പ്രകൃതി നിർമ്മിതമാണ്, പ്രകൃതി ഉണ്ടാക്കുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി നിർമ്മിത ദുരന്തങ്ങൾ. 2 മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തങ്ങളാണ് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഈ ദുരന്തങ്ങളെ 5 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, 5 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ. ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ ഒരു വിമാന അപകടം ഉണ്ടായി, അത് ഈ കാറ്റഗറിയിൽ വരുന്ന, ഒരു പാലം തകർന്നു വീണു, അതൊക്കെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന അപകടങ്ങളാണ്.
നമ്മൾ ഇപ്പോൾ നടക്കുന്ന സമയത്ത് ഒന്ന് വീണു, അപ്പോൾ അത് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അപകടമാണ്. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ടുള്ള അപകടങ്ങൾ എന്ന് പറയാം. അതൊരു സമൂഹത്തിന് നമുക്കുണ്ടാകുന്ന അപകടങ്ങൾ ഒരു സമൂഹത്തിനെ മൊത്തം ബാധിക്കുകയാണെങ്കിൽ അത് സാമൂഹികമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ അപകടങ്ങളിൽ 5 തരത്തിലുണ്ടാകുന്ന ഫസ്റ്റത്തെ ഇത് നമുക്ക് ചെറിയ അപകടങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ സൊസൈറ്റീനെ ബാധിക്കുന്ന രീതിയിലും ഉണ്ടാകാം. രണ്ടാമത്തെ കാറ്റഗറിയാണ് ആണവ ദുരന്തങ്ങൾ. നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അതിൽ നിന്നുണ്ടാകുന്ന ലീക്കേജ് വഴിയോ അല്ലെങ്കിൽ അങ്ങനെ അത് പൊട്ടിത്തെറിക്കൽ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് നമുക്കറിയാം. ന്യൂക്ലിയർ വാതകങ്ങളും ഇന്ധനങ്ങളും ഒക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നമ്മൾ ആണവ ദുരന്തങ്ങൾ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. മൂന്നാമതാണെന്നുണ്ടെങ്കിൽ ജൈവാവസ്ഥ ദുരന്തങ്ങൾ. ഈ ജൈവാവസ്ഥ ദുരന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള ജീവനുള്ള സൂക്ഷ്മജീവികളും ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന അപകടങ്ങളെ അല്ലെങ്കിൽ ദുരന്തങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന ജൈവാവസ്ഥ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാകുന്ന പാൻഡമിക്കുകളൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്താനായിട്ട് പറ്റും. WHO ആ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന രോഗങ്ങൾ നമുക്ക് ജൈവാവസ്ഥ ദുരന്തങ്ങൾ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. നാലാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഭൗമഘടന ദുരന്തങ്ങൾ. ഭൗമഘടന ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭൂമി ഉണ്ടാക്കുന്ന അപകടങ്ങൾ, അതായത് ഈ ഹിമപ്രവാഹം, മഴ, വെള്ളപ്പൊക്കം അങ്ങനത്തെ കാര്യങ്ങൾ ആയിട്ട് വരുന്ന ദുരന്തങ്ങളെയാണ് നമ്മൾ ഭൗമഘടന ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് കാലാവസ്ഥ ദുരന്തങ്ങൾ. നമ്മുടെ കാലാവസ്ഥ മൂലം ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെയാണ് കാലാവസ്ഥ ദുരന്തങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഈ 5 തരത്തിൽ ഉള്ള ദുരന്തങ്ങളാണ് നമുക്ക് ഇന്ത്യയിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പെടുത്തി. അപ്പോൾ ഈ ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമുക്ക് 2 തരത്തിലാണ് ഈ ദുരന്തങ്ങളെ നേരിടാൻ പറ്റുക. ഒന്നുകിൽ ഈ ദുരന്തം വരാതെ നോക്കണം, അതല്ലെങ്കിൽ എന്ത് സംഭവിക്കണം? നമുക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ നോക്കണം. ഇമ്പാക്റ്റ് കുറയ്ക്കാനും പറ്റിയില്ല, ദുരന്തം വരികയും ചെയ്തു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഭയങ്കര വലിയൊരു ക്രൈസിസിലേക്ക് നമ്മുടെ രാജ്യം പോകും. അപ്പോൾ അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് 1994 യോക്കോഹാമ കൺവെൻഷൻ പ്രകാരം നമ്മൾ തീരുമാനം എടുക്കുകയാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, അപ്പം നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നുള്ളതിനകത്ത് ഇന്ത്യ വന്ന് 1994 ഇന്ത്യ നാഷണൽ സെൻറ്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആരംഭിക്കുകയാണ് 1995. പക്ഷേ നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വഭാവമാണല്ലോ, ഇന്ത്യക്കാർ എന്തെങ്കിലുമൊക്കെ തുടങ്ങും, ഭയങ്കര ഉത്സാഹത്തോടുകൂടി തുടങ്ങിക്കഴിഞ്ഞിട്ടും പക്ഷേ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും ഒന്നും ചെയ്യാനായിട്ട് ഇന്ത്യക്കാർക്ക് യാതൊരു താല്പര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നടപ്പിലാക്കാനായിട്ട് 5 വർഷം കൂടി ഇന്ത്യയുടെ ഇതിനകത്ത് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഹൈ പവർ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്ത്യക്ക് ഫോം ചെയ്യുകയാണ് 1999 JC പന്ത് എന്നുള്ള ആള് അധ്യക്ഷനായിട്ട്. ഈ JC പന്ത് അധ്യക്ഷനായിട്ട് ഇദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു. ഈ ഒരു മനുഷ്യൻ ഡിമാൻഡ് ചെയ്തു ഇങ്ങനെ ദുരന്ത നിവാരണം അഥവാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളത് ഒരു മന്ത്രാലയത്തിന്റെ കീഴിൽ കൊണ്ടുവരണം. അത് പ്രകാരം ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള കാര്യം ഇന്ത്യയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അഥവാ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ്. അങ്ങനെ 1999 വന്ന ഈ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ മിനിസ്ട്രിയുടെ കീഴിൽ ഉൾപ്പെടുത്തുകയും, പക്ഷേ അതിനുശേഷവും പിന്നെയും ഒരു കാര്യം ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 99 ഈ സംഭവം കഴിഞ്ഞിട്ട് JC പന്തിന്റെ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം 2 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലൊരു സംഭവം ഉണ്ടായി. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 2001 ഇന്ത്യയിൽ എന്ത് സംഭവമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? അതെ, 2001 ഇന്ത്യയിൽ ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ ഒന്ന് തലയ്ക്കൊരു അടിയിട്ടിയ പോലെയായി. ആൾക്കാർക്ക് മനസ്സിലായി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാലാണ് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ പെട്ടുപോകും എന്നുള്ള ഇതിനകത്ത്. അങ്ങനെ 2001 ഈ ഗുജറാത്ത് ഭൂകമ്പത്തിൻ്റെ ശേഷം, ആ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും കൂടി ചേർന്നിട്ട് ഒരു നാഷണൽ കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. എല്ലാ പാർട്ടികളും കൂടി ചേർന്നിട്ട്. പക്ഷെ ആ കമ്മിറ്റി ഉണ്ടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അവരതിനെ കുറിച്ചിട്ട് കൂടുതൽ ഫോളോ അപ്പും കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതിനുശേഷം 2004 നമുക്ക് വീഡിയോ ഒന്നും കൂടി പോസ്റ്റ് ചെയ്യുക. 2004 എന്ത് സംഭവമാണ് ഉണ്ടായത് എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. 2004 സുനാമി. 2004 സുനാമി വന്ന് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മാത്രമാണ് നമുക്കൊരു ബോധോദയം ഉണ്ടായതും അത് പ്രകാരം ദുരന്ത നിവാരണ നിയമം നിലവിൽ വരണം എന്നുള്ള കാര്യം അത്ര സീരിയസ് ആയിട്ട് ഉണ്ടാക്കി തൊട്ടടുത്ത വർഷം തന്നെ ദുരന്ത നിവാരണ നിയമം ഇന്ത്യയിൽ നടപ്പിലാകുകയാണ്. 2005 ഡിസംബർ 23 ദുരന്ത നിവാരണ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. 2005 ഡിസംബർ 23. ഈ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലല്ല, രാജ്യസഭയിലാണ്. 2005 നവംബർ 25 ഈ ഒരു ബില്ല് രാജ്യസഭ പാസ്സാക്കുകയും 2005 ഡിസംബർ 12
ഈ ബില്ല് ലോക്സഭ പാസ്സാക്കുകയും അത് പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടിയതാണ് 2005 ഡിസംബർ 23. അങ്ങനെ നമ്മുടെ ദുരന്ത നിവാരണ നിയമം ഇന്ത്യയിൽ നിലവിൽ വരികയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ദുരന്ത നിവാരണ നിയമവും ദുരന്ത നിവാരണ അതോറിറ്റി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മതി. നിങ്ങൾ പഠിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പഠിക്കുക, അത് നിലനിർത്തി പോവുക. ഈ ഒരു നോട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് അത്ര യൂസ് ചിലപ്പോൾ കിട്ടില്ല. വീഡിയോ കണ്ടതിന് ശേഷം വായിച്ചു കഴിഞ്ഞാൽ അതൊന്നും കൂടി നിങ്ങളുടെ തലയിലിരിക്കും. പിന്നെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ നാൾ വഴി നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലേക്കുള്ളൂ. അടുത്തൊരു പാർട്ടിൽ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.